എല്ലാവർക്കും വന്ദനം. പുതിയ മാസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിജയമുണ്ടാകുന്നത് മോട്ടിവേഷൻ പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ടല്ല. അങ്ങനെയുള്ള പ്രസംഗങ്ങൾ ഒത്തിരി നമുക്ക് കേൾക്കാനുണ്ട്. വിജയമുണ്ടാകുന്നത് ഡിസിപ്ലിനിൽ നിന്നാണ്. അതായത് നാം നമ്മെ തന്നെ ശിക്ഷിച്ച്, നമ്മെ തന്നെ അനുസരിപ്പിച്ച്, കഠിനാധ്വാനം ചെയ്താണ് വിജയത്തിലേക്ക് നമ്മെ നയിക്കേണ്ടത്. അതിനൊരു ഉദാഹരണമാണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അതിരാവിലെ എഴുന്നേൽക്കുന്നു, സമയത്തിന് കിടക്കുന്നു, ഒരു കാര്യവും വൈകിപ്പോകുന്നില്ല. എല്ലാറ്റിനും നാം നമ്മുടെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു. പൗലോസ് പറയുന്നു, പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊളരാത്തവനായി തീരാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു. ശരീരത്തിൻ്റെ താല്പര്യത്തിന് പോകാതെ ആത്മാവിൻ്റെ താല്പര്യത്തിന്, പൗലോസിൻ്റെ താല്പര്യത്തിന് പൗലോസിൻ്റെ ശരീരം വഴങ്ങിക്കൊടുക്കുന്നു. നാം നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ ഹിതത്തിനായി വഴക്കിയെടുക്കണം. ദൈവം ചെയ്തോളും, ഇല്ല, ചെയ്യില്ല. നാം ശിക്ഷണം കൊണ്ടുവരണം. ഇത്ര അധ്യായം വായിച്ചിരിക്കണം, ഇത്ര നേരം പ്രാർത്ഥിച്ചിരിക്കണം, കർത്താവിനെ ആരാധിക്കണം. ഇങ്ങനെയുള്ള ആത്മീക കാര്യങ്ങൾക്ക് വലിയ ഡിസിപ്ലിൻ നാം കൊണ്ടുവരണം. ഡിസിപ്ലിനാണ് വിജയം കൊണ്ടുവരുന്നത്, മോട്ടിവേഷനല്ല. മോട്ടിവേഷൻ ഒത്തിരി കേൾക്കുന്നുണ്ട്, എന്നിട്ട് മാറ്റമില്ല എന്ന് പറയുന്നവർക്കാണ് ഈ സന്ദേശം. ഈ പുതിയ മാസം മുതൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ചിട്ടയുള്ളതാക്കി മാറ്റാം. നമ്മുടെ ജീവിതത്തെ അടുക്കും ചിട്ടയോടെ പണിതെടുക്കാൻ കർത്താവ് കൃപ തരട്ടെ. ഇന്ന് നമ്മൾ റോമാലേഖനത്തിൽ 8 മുതൽ വായിക്കുകയാണ്. 6-ാം അധ്യായത്തിൻ്റെ 8 മുതൽ. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കും. 9. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കുകയില്ല. മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നു. ഉയർത്തെഴുന്നേറ്റ, പാപസമ്മതമായിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ അതിൻ്റെ പ്രതീകമായ സ്നാനത്തോട്, ശുശ്രൂഷയിലേക്ക് ഇറങ്ങി സ്നാനത്തിൽ യേശുവിനോട് താതാമ്യപ്പെട്ടവരോട് പറയാം, യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു, പിന്നെ മരിച്ചില്ല. ഇതുപോലെയാണ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, പാപസംബന്ധമായി മരിച്ചവർ, സ്നാനപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ, അല്ലെങ്കിൽ സ്നാനത്തിൽ നിന്ന് പൊങ്ങി വന്ന നിങ്ങൾ ഇന്ന് ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ്. ഇനി നിങ്ങൾക്ക് മരണമില്ല. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു, അവൻ നിദ്ര പ്രാപിച്ചു എന്ന് എഴുതിയിരിക്കുന്നു, ഉറങ്ങുന്നു എന്ന്. അപ്പോൾ ഒരു ഉറക്കമാണ്. ഭക്തന്റെ മരണം ദൈവത്തിന് വിലയേറിയതാണ്. അവിടെ മരണം എന്ന വാക്കല്ല പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, നിദ്ര പ്രാപിച്ചവർ. തെസ്സലോനിക്ക ലേഖനത്തിൽ നിദ്ര പ്രാപിച്ചവർ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുന്നു. നിദ്ര പ്രാപിച്ചവർ. അപ്പോൾ പുതിയ നിയമസഭയ്ക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അത് സ്നാനത്തിലാണ് ഒന്നാമത്തെ ഉയർത്തെഴുന്നേൽപ്പ്. രണ്ടാമത്തെ ഉയർത്തെഴുന്നേൽപ്പാണ് കർത്താവിൻ്റെ വരവിൽ സംഭവിക്കുന്നത്. അത് പുതിയ ശരീരമുണ്ടാകുന്നു. ഇന്ന് നമ്മൾ വിശ്വാസത്താൽ അറിയുന്നു നമ്മൾ ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ്, നമ്മൾ പഴയതല്ല. 2 കൊരിന്ത്യർ ലേഖനം 5:17. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയതാണ്, പഴയത് കഴിഞ്ഞുപോയി. എങ്ങനെ? സ്നാനത്തോടുകൂടെ കുഴിച്ചിടപ്പെട്ടു, അത് ഇല്ലാതെയായി. അപ്പോൾ ഒരു വ്യക്തിയുടെ വിജയം അവൻ്റെ നല്ല സ്വഭാവം കൂടിയാണ്. അവനെ എല്ലാവരും ബഹുമാനിക്കുന്നത് അവൻ്റെ നല്ല സ്വഭാവത്തിലാണ്. ഒരു സ്വഭാവ ഗുണമുള്ള വ്യക്തിയായി ഉയർത്തെഴുന്നേറ്റ ഒരു വ്യക്തി, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പോലെ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എനിക്ക് നിങ്ങൾക്കും ഈ മെയ് മാസം അങ്ങനെ ജീവിക്കുവാൻ കർത്താവ് കൃപ തരട്ടെ. 9-ാം വാക്യം അതാണ്, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കുകയില്ല, മരണത്തിന് ഇനി അവൻ്റെ മേൽ കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. ഇതുപോലെ സ്നാനപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ, വെള്ളത്തിൽ നിന്ന് കയറി വന്ന ഒരു വ്യക്തി, വിശ്വാസ സ്നാനം സ്വീകരിച്ച ഒരു വ്യക്തിക്ക് ഈ വാക്ക് പറയാൻ കഴിയും, മരണത്തിന് ഇനി എൻ്റെ മേൽ കർത്തൃത്വമില്ല.
ഇനി എന്നിൽ മരണമില്ല. ഇത് വിശ്വാസത്താൽ നാം പ്രഖ്യാപിക്കേണ്ട ഒന്നാണ്. 10-ാം വാക്യം, അവൻ മരിച്ചത് പാപസംബന്ധമായിട്ട് ഒരിക്കലായി മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ഒരിക്കൽ മരിച്ചു, ഇനി ദൈവത്തിന് ജീവിക്കുന്നു. നമ്മൾ ജീവിക്കുന്നത് ഇനി നമുക്ക് വേണ്ടിയല്ല. യേശു ജീവിക്കുന്നത് ഇപ്പോൾ ദൈവത്തിന് ജീവിക്കുന്നു. ഇതുപോലെ തന്നെ പഴയ കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നത് ആത്മമരണത്തിൽ, ജഡത്തിൽ മാത്രം ജീവിച്ചവരാണ്. അത് നാം നമുക്ക് വേണ്ടി ജീവിച്ചവരാണ്. ഇനി നാം ദൈവത്തിന് ജീവിക്കുന്നവരാണ്. നാം താന്താങ്ങൾക്കുള്ളവരല്ല. അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. യേശു നമ്മെ തൻ്റെ വിലപ്പെട്ട രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നു എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ഞാൻ ജീവിക്കുന്നു, ക്രിസ്തുവിൽ ജീവിക്കുന്നു. ഞാൻ മരിച്ചതാണ്. പഴയ പാപ വ്യക്തി എന്നിൽ മരിച്ചുപോയി. ഇനി ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ്. ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. 12-ാം വാക്യം, ആകയാൽ പാപം നിങ്ങളുടെ മർത്തിയ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിച്ച് ഇനി വാഴരുത്. വാഴില്ല എന്നല്ല, വാഴരുത്. പാപം ഇനി നിങ്ങളുടെ മനുഷ്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളുമായിട്ട് വരും. എന്നാൽ ഒരു കൽപ്പനയാണ് വാഴരുത്. അതിൻ്റെ അർത്ഥം വാഴാൻ സാധ്യതയുണ്ട്, സമ്മതിച്ചു കൊടുക്കരുത്. അതാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. പാപത്തോട് എതിർത്ത് നിൽക്കാനുള്ള ശക്തി മെയ് മാസം നമുക്ക് വേണം. എനിക്ക് നിങ്ങൾക്കും വേണം. എതിർത്ത് നിൽക്കണം, പാപത്തോട് എതിർക്കണം. പാപത്തിന് നമ്മോട് ഒരാഗ്രഹമുണ്ട്. കൈനെ, പാപം നിന്റെ വാതുക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാണെന്ന്. അപ്പം പാപത്തിന് ആഗ്രഹമുണ്ട്, പാപത്തിന് താല്പര്യങ്ങളുണ്ട്. പാപത്തിന് ജീവിക്കണം. പാപത്തിന് ജീവിക്കാൻ ഒരു ശരീരം വേണം. ശരീരമില്ലെങ്കിൽ പാപത്തിന് ജീവനില്ല. പാപം ജീവിക്കാൻ ഒരു ശരീരത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ ആ വാക്യം ഞാൻ പറഞ്ഞല്ലോ, കയീനോട് പറഞ്ഞത്, അത് 4-ാം അധ്യായത്തിലാണ് അത് പറയുന്നത്. 6-ാം വാക്യം മുതൽ, എന്നാറേ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നത് എന്തിന്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ? പാപം വാതുക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു. നീയും അതിനെ കീഴടക്കണം. പാപത്തെ കീഴടക്കണം. നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം ചെയ്യും. 2-ൽ-1 നമുക്ക് ചെയ്യാൻ കഴിയും. ഹാബേൽ നന്മ ചെയ്തു, നല്ല യാഗം, ദൈവത്തിന് ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. നല്ലത് ചെയ്യുമ്പോൾ പാപം നമ്മിൽ നിന്ന് ദൂരെയാണ്. അപ്പോൾ പാപത്തെ അകറ്റി നിർത്താൻ നാം നന്മ ചെയ്യുന്നവരായി മാറണം. കൊർന്നല്യോസ് നന്മ ചെയ്യുന്നവനായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 10:38, നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാൽ അഭിഷേകം ചെയ്തു അവൻ നന്മ ചെയ്തു എന്ന് നമ്മൾ വായിക്കും. നന്മ ചെയ്തു. യേശു പറഞ്ഞു, ഇന്നും നാളെയും ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി 3-ാം നാളിൽ സമാപിക്കും. എനിക്ക് നന്മ ചെയ്യണം. പാപത്തെ എതിർക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, നന്മ ചെയ്യുക. അല്ലാതെ പാപത്തെ വെട്ടുകത്തി കൊണ്ടോ കോടാലി കൊണ്ടോ വടിവാളുകൊണ്ടോ എതിർക്കാൻ കഴിയില്ല. തോക്കുകൊണ്ട്, മാരകായുധങ്ങൾ കൊണ്ട് എതിർക്കാൻ കഴിയില്ല. നന്മ ചെയ്യുമ്പോൾ തിന്മ നമ്മിൽ നിന്ന് ദൂരെയായിരിക്കും. കർത്താവിന് ഇഷ്ടമുള്ള ഉപവാസം, അലഞ്ഞു നടക്കുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുക, അനാഥർക്കൊക്കെ അപ്പനും അമ്മയായി തീരുക. ഇതൊക്കെ യെശയ്യാ പ്രവചനത്തിൽ പറയുന്നു. കർത്താവിന് ഇഷ്ടമുള്ള ഉപവാസം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, നന്മ ചെയ്യുക. എല്ലാ കമ്മ്യൂണിറ്റിയിലും നന്മ ചെയ്യുന്ന ഒരു സമൂഹമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന സമൂഹത്തിലാണ് ഈ നന്മ ചെയ്യുന്ന കൂട്ടം വർദ്ധിച്ചു വരേണ്ടത്. നിർഭാഗ്യവശാൽ
ദൈവമക്കൾ നന്മ ചെയ്യുന്ന കാര്യത്തിൽ വളരെ പുറകിലായിപ്പോയി. സ്വന്തം കാര്യം നോക്കുന്നവരാണ്. താൻ്റെ കാര്യങ്ങൾ. എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്നു. മറ്റുള്ളവരെ അറിയുന്നില്ല. മറ്റുള്ളവരുടെ വിഷമത്തിലേക്ക് ഇറങ്ങുന്നില്ല. നന്മ ചെയ്യുക. നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ കിടക്കുന്നു. കയ്യിനെ പാപം വാതിൽക്കൽ കിടക്കുന്നു എന്നല്ല, നന്മ ചെയ്യുന്നില്ലെങ്കിൽ. നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകും. അപ്പോൾ ദൈവത്തിന് പ്രസാദമുണ്ടാകാൻ നന്മ ചെയ്യണം. നന്മ ചെയ്യുമ്പോൾ പാപം വളരെ ദൂരെയായിരിക്കും. നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കലാണ്, അടുക്കുമെന്ന്. അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു. നിന്റെ അടുക്കലേക്ക് വരണം, നിന്നെ സ്വന്തമാക്കണം. എന്നാൽ നീയോ അതിനെ കീഴടക്കണം. ദൈവം കയീനോട്, ഈ ഭൂമിയിൽ അമ്മയിൽ നിന്ന് ജനിച്ച ആദ്യ മകൻ കയീനോട് പറയണം, അവനവൻ്റെ സഹോദരനെ കൊന്നു. തിന്മ ചെയ്യുകയാണ് അവൻ. കാരണം അവൻ നന്മ ചെയ്തില്ല, ശരിക്ക് ആരാധിച്ചില്ല. ആരാധിക്കാത്തവൻ തിന്മ ചെയ്യുകയാണെന്ന് ഇവിടെ പറയുന്നു. ആരാധിച്ചാൽ നാം നന്മ ചെയ്യുകയാണ്. മക്കളെ, ആരാധനയ്ക്ക് പോ, ചർച്ചിൽ വാ എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ്? നാം നന്മ ചെയ്യുമ്പോൾ തിന്മ നമ്മിൽ നിന്ന് ദൂരെയായിരിക്കും. നാം നന്മ ചെയ്യുന്നില്ലെങ്കിലോ, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നില്ല, ദൈവത്തിന് പുകഴ്ച ഉണ്ടാക്കുന്നില്ല, ദൈവരാജ്യത്തിന് പ്രസാദകരമാകുന്നില്ല, ദൈവരാജ്യത്തിന് യാതൊരു ഉപകാരവുമില്ല. അപ്പോഴാണ് പാപം വാതിൽക്കലേക്ക് വരുന്നു. അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാണ്. പാപത്തെ നാം കീഴടക്കണമെന്നാണ് കർത്താവിൻ്റെ വചനം ഇന്ന് നമ്മൾ പഠിച്ചത്. പാപത്തെ തോൽപ്പിച്ച് കളയണം. നന്മ ചെയ്യുന്നവൻ പാപത്തെ തോൽപ്പിക്കുകയാണ്. അപ്പോൾ എബ്രായലേഖനം 12 പറയുന്നു, പാപത്തോട് പോരാടുവാൻ പ്രാണത്യാഗത്തോളം നിങ്ങൾ എതിർത്ത് നിന്നിട്ടില്ലെന്ന്. എതിർക്കണം. പാപത്തോട് എതിർക്കണം. എങ്ങനെ എതിർക്കണം? മുഷ്ടിയുദ്ധം ചെയ്ത് എതിർക്കാൻ പറ്റും? ഇല്ല. നന്മ ചെയ്യണം. കാരണം പിശാചിൽ അറുക്കുക, മുടിക്കുക, കൊല്ലുക, ഈ 3 കാര്യമേ ഉള്ളൂ. അവനെ തോൽപ്പിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, നന്മ ചെയ്യുക. ദൈവത്തിൻ്റെ രാജ്യത്തിൽ നാം നന്മ ചെയ്യുന്നവരാകണം. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. യേശു ഈ ഭൂമിയിൽ നന്മ കൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തെ നിറച്ചവനാണ്. അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോ, ഭൂതങ്ങളെ പുറത്താക്കുക, രോഗികളെ സൗഖ്യമാക്കുക. ഞാൻ സൗജന്യമായി നിങ്ങൾക്ക് തന്ന് സൗജന്യമായി കൊടുക്കുക. എവിടെ ചെന്നാൽ ആ വീടിന് സമാധാനം കൊടുക്കുക. ഈ നല്ല കർത്താവിനെയാണ് നമുക്ക് ലഭിച്ചത്. ഈ കർത്താവിനെ ലഭിച്ച നാം നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരാകണം. മറ്റുള്ളവർക്കൊരു ചിരി ഉണ്ടാക്കണം, മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാക്കണം, മറ്റുള്ളവർക്ക് സൗഖ്യമുണ്ടാക്കണം, മറ്റുള്ളവർക്ക് ആഹാരത്തിന് വകയുണ്ടാക്കണം, മറ്റുള്ളവർക്ക് ഒരു വസ്ത്രമെങ്കിലും കുറഞ്ഞത് വാങ്ങിക്കൊടുക്കണം, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം, മറ്റുള്ളവരെ സൗഖ്യമാക്കണം, മറ്റുള്ളവരുടെ കണ്ണുനീര് തുടയ്ക്കണം. ഇതിനാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്. നല്ല ശമര്യക്കാരൻ്റെ ഉപമ പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ ആ ശമര്യക്കാരനെ പോലെ, ലേവിനെ പോലെയല്ല, പുരോഹിതനെ പോലെയല്ല, ശമര്യക്കാരനെ പോലെ ചെയ്യുക. ശമര്യക്കാരനെ യഹൂദന്മാർക്ക് ഇഷ്ടമല്ലായിരുന്നു. ആ ഇഷ്ടമല്ലാത്ത ശമര്യക്കാരൻ ചെയ്തത് നീ പോയി ചെയ്യുക എന്ന് ആരോട് പറയുന്നു? യഹൂദനോട് പറയണം, നീ ശമര്യക്കാരനെ പോലെ ജീവിക്കാൻ. ശമര്യക്കാരന് ദേഷ്യമാണ് അവർക്ക്. യേശു പറഞ്ഞു, നീ പോയി ശമര്യക്കാരനെ പോലെ ജീവിക്കാൻ. ആ ശമര്യക്കാരൻ നല്ല കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ നന്മ ചെയ്യുന്നത് ആരായാലും അത് നമ്മൾ അനുകരിക്കണം. ആര് നന്മ ചെയ്താലും അത് നമ്മൾ ഫോളോ ചെയ്യണം. തിന്മയ്ക്ക് ശിശുക്കളാകരുത്. തിന്മയോട് നമ്മൾ എതിർക്കണം. കർത്താവ് അതിനുള്ള കൃപ നമുക്ക് തരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേട്ട എല്ലാവർക്കും ദൈവകൃപയുണ്ടാകട്ടെ, ദൈവശക്തി ഉണ്ടാകട്ടെ, നന്മ ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാകട്ടെ. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രാപ്തി എല്ലാവരിലും വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവെ സഹായിക്കണം. യേശുവിൻ്റെ വചനത്താൽ എല്ലാവരും നിറയട്ടെ. കർത്താവിൻ്റെ കൃപ പകരണം. യേശുവിൻ നാമത്തിൽ പിതാവേ,
ആമേൻ. കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. ഈ മാസം ഉല്ലാസത്തിൻ്റെ, ജയത്തിൻ്റെ, ഹോഷത്തിൻ്റെയും മാസമായി തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മഹിമ കണ്ടു ഞാൻ യേശുവിൽ, മധുരമായി ഞാൻ യേശുവിൽ, സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എന്നെല്ലാം എല്ലാം. മഹിമ കണ്ടു ഞാൻ, മഹിമ കണ്ടു ഞാൻ യേശുവിൽ, മധുരമായി ഞാൻ യേശുവിൽ, സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എന്നെല്ലാം എല്ലാം. മഹിമ കണ്ടു ഞാൻ, മഹിമ കണ്ടു ഞാൻ യേശുവിൽ, മധുരമായി ഞാൻ യേശുവിൽ, സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എന്നെല്ലാം എല്ലാം. മഹിമ കണ്ടു ഞാൻ, മഹിമ കണ്ടു ഞാൻ യേശുവിൽ, മധുരമായി ഞാൻ യേശുവിൽ. ഓ, സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എന്നെല്ലാം എല്ലാം. മഹിമ കണ്ടു ഞാൻ, മഹിമ കണ്ടു ഞാൻ യേശുവിൽ, മധുരമായി ഞാൻ യേശുവിൽ, സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എന്നെല്ലാം എല്ലാം. Thank you, Father. ഓ, ഞങ്ങൾ ശരിക്കും സ്നേഹം രുചിച്ചറിഞ്ഞത് എന്താണെന്ന് അങ്ങിലാണ് അപ്പാ. ഞങ്ങളിന്ന് മധുരമായി തീർന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മധുരം ഉണ്ടെങ്കിൽ, ഞങ്ങളിന്ന് ഉയർച്ചകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് അതിനെല്ലാം കാരണം യേശുവേ അങ്ങ് മാത്രമാണപ്പാ, അങ്ങ് മാത്രമാണപ്പാ. ഓ, മഹിമ കണ്ടു ഞാൻ, മഹിമ കണ്ടു ഞാൻ യേശുവിൽ, മധുരമായി ഞാൻ യേശുവിൽ, സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എന്നെല്ലാം എല്ലാം. മഹിമ കണ്ടു ഞാൻ യേശുവിൽ. ജീസസ്, മധുരമായി ഞാൻ യേശുവിൽ, സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എന്നെ